ശാരീരികമായ ചില അസ്വാസ്ഥ്യങ്ങൾ കാണപ്പെട്ടപ്പോൾ എന്തെങ്കിലും വല്ല രോഗങ്ങളും മാരകമായ രോഗങ്ങളും ആകുമോ എന്ന് വിചാരിച്ച് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് രോഗനിർണയത്തിന് വേണ്ടി ശ്രമിച്ച് നീണ്ട പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധനായ ഒരു ഡോക്ടർ ഇന്ന് ലഭ്യമായ സൗകര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ മാരകമായ അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്താണ് എനിക്ക് കാണുന്ന ബുദ്ധിമുട്ടുകൾ എന്ന തിരിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി, എന്തോ കാര്യമായ എന്തോ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യരുതെന്ന് ഉറപ്പുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന്. ഒരു പക്ഷേ അത് വളരെ സത്യസന്ധമായ ഒരു ഡയഗ്നോസ്, ഒരു രോഗനിർണയമായിരുന്നു അത്. അപ്പോൾ നമ്മളൊക്കെ സത്യത്തിൽ ജീവിതത്തിൻ്റെ ഒട്ടനവധി സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഭയങ്ങളിൽ നിന്ന് മുക്തമായാൽ മാത്രമേ നമുക്ക് ലഭിക്കൂ. ഏതൊക്കെ തലത്തിലുള്ള ഭയങ്ങളാണ് നമ്മളെ പിടികൂടുന്നത്? വ്യത്യസ്തങ്ങളാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള ഭയമുണ്ട്, അപകടങ്ങളെക്കുറിച്ചുള്ള ഭയമുണ്ട്, നമ്മുടെ ഓരോ മക്കളെക്കുറിച്ചുമുള്ള ഭാവി, ആണാവാം പെണ്ണാവാം, രോഗമുള്ളവരാരാം ആരോഗ്യമുള്ളവരാ, അവരെന്താകും ഒക്കെ ഭാവിയിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉണരുമ്പോഴൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ഒരു മുറിവിൽ കുത്തുന്ന വേദനയേക്കാൾ വലിയ വേദന നമ്മുടെ മനസ്സിനെങ്ങനെ നോവനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുരക്ഷയെക്കുറിച്ചുള്ള ബേജാറുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ, നമ്മുടെ സ്വന്തം സുരക്ഷ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നുള്ളതാണ്. പ്രകൃതി സംബന്ധമായ ദുരന്തങ്ങളുണ്ട്, പിന്നെ ആഗോള താപനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ലോകത്ത് ചൂട് ചില ആൾക്കാർ അതിനെപ്പറ്റി മാത്രം ആലോചിച്ച് ബേജാറായിരിക്കും. കണക്കില്ലാത്ത ചൂട് വർദ്ധിച്ചു വന്ന മഞ്ഞുമലകൾ ഉരുകി സമുദ്രത്തിന്റെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങുകയാണ്. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലായി പോകും. അങ്ങനെ എന്താ സംഭവിക്കുക? ഭൂമി കുലുക്കങ്ങൾ, അതേപോലെ തന്നെ വർഷങ്ങളിൽ ആവർത്തിച്ചു വന്ന പേമാരികൾ, ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്തൊക്കെ പേടിയാണ്. ഒരു മനുഷ്യൻ എന്തൊക്കെ പേടികൾ കൊണ്ടു നടക്കുന്നുണ്ട് എന്നതിന്റെ ചില ഉദാഹരണങ്ങളാണ്. പ്രായമാകുന്നതിന്റെ പേടിയുണ്ട് ഓരോരുത്തർക്കും. വയസ്സായി വരികയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക? ഈ ഭയങ്ങൾ മുഴുവനും മനസ്സിൽ വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നാണ്. എന്നാൽ ഈ ഭയങ്ങളിൽ ഏറ്റവും തീഷ്ണമായ ഭയം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ്? എന്തെങ്കിലും തെറ്റുകൾ ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് അതിനെപ്പറ്റി പേടിച്ച് ജീവിക്കുക. അതാണ് ഏറ്റവും വലിയ പേടി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ആളുകൾ മനസ്സിലാക്കാനും അറിയാനും പറ്റാത്ത വിധത്തിൽ സ്വകാര്യമായി തിന്മകൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അതൊന്നും ആളറിയില്ലല്ലോ എന്ന ധൈര്യത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ആരും അറിയണില്ല എന്നൊരു ധൈര്യത്തിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നെങ്കിലും ഒരിക്കൽ അറിഞ്ഞാൽ അതൊരു വല്ലാത്ത പേടിയാണ്. ഇവിടെ നിയമത്തിന്റെ മുന്നിൽ പിടിപ്പിക്കപ്പെടുമോ, ഞാൻ മരണം വരെ ജയിലിൽ കിടക്കേണ്ടി വരുമോ, അതൊരു പേടി തന്നെയാണ്. അതിലേറെ വലിയ പേടിയല്ലേ അപമാനം. ഇതൊക്കെ ഒറ്റ കാര്യത്തിന്റെ പേരിലാണ്. നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ നടക്കുന്ന ഒരൊറ്റ തെറ്റിന്റെ പേരിൽ നമ്മൾ ഭയപ്പെടുന്നതാണ് അപമാനം. മക്കൾ അറിഞ്ഞാൽ, സുഹൃത്തുക്കൾ അറിഞ്ഞാൽ, നാട്ടിലറിഞ്ഞാൽ ഒക്കെ മനസ്സിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഖങ്ങൾക്ക് നൈമിഷികമായ ആയുസ്സേ ഉള്ളൂ. പക്ഷെ ഭയത്തിന്റെയോ, ഒരു തെറ്റിന്റെ പേരിലുള്ള ഭയത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ആയുഷ്കാലം മുഴുവനാണ്. ഒരു തെറ്റിന്റെ സുഖം അത് വളരെ കുറഞ്ഞ നൈമിഷികമായ കാര്യം മാത്രം. നോക്കൂ നിങ്ങൾ, എത്ര സമർത്ഥമായിട്ടാണ് നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടക്കൊലയുടെ ഒരു ദുരന്തം. എത്ര സമർത്ഥമായിട്ടാണ് ആ കൊലപാതകങ്ങൾ നടന്നത്. പക്ഷെ അതൊക്കെ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചാലും ഇന്നിപ്പോ അവർക്ക് സംഭവിച്ചതൊക്കെ അവരെ മനസ്സിലുണ്ടാവൂലേ, പേടിച്ച് നടന്നിട്ടുണ്ടാവില്ലേ കുറെ കാലം. എന്ന് വീട്ടിൽ പോലീസ് വരും, എന്ന് പിടിച്ചു കൊണ്ടുപോകും, എന്ന് ഞാനൊരു വിചാരണക്ക് ഹാജരാകും, എന്നിതൊക്കെ പിടിക്കപ്പെടുമെന്ന് പേടിച്ചിട്ടുണ്ടായിരിക്കും. എത്ര സമർത്ഥമായി ജീവിച്ച ഇന്ന് ആ തെറ്റിന്റെ കണ്ണികളായ ആളുകളൊക്കെ രാവൊന്ന് ആലോചിക്കും, രാത്രി ഒന്ന് ആലോചിക്കും. നിങ്ങൾ ആ തെറ്റിൽ എപ്പോഴെങ്കിലും അവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ സഹകരണങ്ങളോ സൗഹൃദങ്ങളോ സ്ഥാപിച്ച ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് ഏറ്റവും വലിയ പേടി. നമ്മളിൽ സംഭവിക്കുന്ന അപരാധങ്ങളും തെറ്റുകളും നമുക്കുണ്ടാക്കുന്ന ഭയം ഏറ്റവും വലിയ ഭയമാണ്. പടച്ചോനെ പേടിക്കണം നമ്മൾ പറയുന്നുണ്ട്. പടച്ചോനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന്, അതിന്റെ അർത്ഥം എന്താണ്? ഖാഫൂനി, നിങ്ങൾ എന്നെ ഭയപ്പെടണം, വയ്യായ ഫർഹബൂൻ, എന്നെ മാത്രം പേടിച്ചാൽ മതി എന്ന് പടച്ചോൻ പറയുന്നതിന്റെ അർത്ഥം മുഫസ്സിരിങ്ങൾ പറഞ്ഞു, വംതതിലു അംരി, എന്റെ കൽപ്പന നിങ്ങൾ നിറവേറ്റണം എന്നാണ്. എന്നെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം, ഞാൻ എന്തു കൽപ്പിച്ചോ അതനുസരിച്ചു നിങ്ങൾ ജീവിക്കണം. വജ്തനിബു നഹി, ഞാൻ എന്തു വിരോധിച്ചോ അത് നിങ്ങൾ ഉപേക്ഷിക്കണം. തെറ്റുകളില്ലാതെ ജീവിക്കാം. അള്ളാഹു നിരോധിച്ചത് മാത്രം. ഒരു വിശ്വാസിയായ നമുക്കൊന്നും ചിന്തിക്കാൻ, പടച്ചോൻ പറ്റൂല എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതെ ജീവിച്ചാൽ തെറ്റിനെ കുറിച്ച് പേടിക്കേണ്ട സുഹൃത്തുക്കളെ.
തെറ്റിനെക്കുറിച്ച് പേടി. തെറ്റിനെക്കുറിച്ചുള്ള പേടി മാറിയാൽ ഏതോ ഒരു മാരക രോഗം വന്ന് മുക്തിയും മോക്ഷവും കിട്ടിയതിനേക്കാളും മനസ്സ് സന്തോഷത്തിലും സംതൃപ്തിയിലുമാകും. മിൻ ഗൈരി അൻ തുശ്രികൂ ബിശൈഇൻ മിനൽ മഖ്ലൂഖാത്ത്, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ എൻ്റെ എല്ലാ കൽപ്പനകളും സ്വീകരിച്ച് എൻ്റെ എല്ലാ വിരോധങ്ങളും വർജിച്ച് നിങ്ങൾ ജീവിക്കണമെന്നാണ് അള്ളാനെ ഭയപ്പെടെന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയപ്പാടും പേടിയും ഉണ്ടാക്കുന്ന ഇത്തരം തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഞാൻ എത്ര ഭയത്തിന്റെ മേഖലകളെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. ഇതൊക്കെ നമ്മളൊരു മനസ്സിലുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ പരലോകത്ത് ഈ പേടിയൊന്നും പേടിക്കണ്ട. മരിക്കുമെന്ന് പേടിക്കണ്ട, അപകടം പറ്റുമെന്ന് പേടിക്കണ്ട, പോലീസ് പിടിക്കുമെന്ന് പേടിക്കണ്ട, ജയിലിലാകുമെന്ന് പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വഅഖാമുസ് സലാത്ത വആതൗസ് സകാത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അൽ ബഖറ 277. സത്യവിശ്വാസികളായ ആളുകൾ, സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവർ, നിസ്കാരം നിലനിർത്തുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ അവർക്ക് പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, പേടിയില്ല അവർക്ക്, ദുഃഖമില്ല അവർക്ക്. ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നോ അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒന്നും പേടിക്കാതെ നടന്നു പോകുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴൊന്നും കൂടി പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്നൊരു ലോകം. അപ്പൊ സുഹൃത്തുക്കളെ, ഭയമുക്തമാണ് സ്വർഗം. അപ്പൊ സ്വർഗത്തിന്റെ അനുഭവങ്ങളും സന്തോഷങ്ങളും വരാൻ പേടില്ലാതെ ജീവിച്ചാൽ മതി. സ്വർഗം കിട്ടുന്നല്ല, മനസ്സമാധാനത്തെയും മനസ്സന്തോഷത്തോടു കൂടെയും നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നാണ്. ഭയത്തെ വിഭജിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ഒന്ന് ഹൗഫുൻ ത്വബീഇയ്യ, പ്രകൃതി, തീയെ പേടിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കുമെന്ന് പേടിക്കുക, രോഗം വരുമെന്ന് പേടിക്കുക, ഇതൊക്കെയാണ്. ആ പേടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ നിന്നൊരു കഴുപ്പയെ പറ്റിയിട്ട് ഒരാൾ മരിച്ചു. അതിന്റെ പേരിൽ താൻ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് നാട് വിട്ടത്. ഖായിഫൻ യതറക്കബ്, താൻ വളരെ കരുതലോടുകൂടെ ഭയപ്പെട്ടുകൊണ്ടാണ്, എൻ പിടികൂടുമോ എന്ന കരുതലോടുകൂടെ ജാഗ്രതയോടുകൂടെയാണ് അദ്ദേഹം നാട് വിട്ടതാണ്. ആ ഭയം എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്നാൽ വേറൊരു ഭയം എന്ന് പറഞ്ഞാൽ ഹൗഫുൽ ഇബാദത്താണ്. ആരാധനയിലൊരു ഭയമുണ്ട്. സ്നേഹം ആരാധനയാണ്, അത് അഭൗതികമായ സ്നേഹം. അഭൗതികമായ ഭയം അത് അൻ യഖാഫ അഹദൻ യതഅബ്ബദ് ബിൽ ഖൗഫി ലഹു, പേടിച്ചിട്ട് ഒരാളെ നമ്മൾ എന്ത് ചെയ്യാം? ആരാധിക്കാം. വഹാദ ലാ യകൂനു ഇല്ലാ ലില്ലാഹ്. അങ്ങനെയുള്ള ഭയം അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ആരെങ്കിലും അങ്ങനെ ഭയപ്പെട്ടാൽ വസറഫഹു ലിഗൈരില്ലാഹ്, അല്ലാത്തവർക്ക് ആ ഭയം പോയാൽ അത് ശിർക്കാവുന്നതാണ്. അള്ളാഹിനെ മാത്രം പേടിക്കുക എന്ന് പറഞ്ഞാൽ ആ പേടി അതിൽപ്പെട്ട കാര്യമാണ്. പിന്നെ ഒന്ന് ഖൗഫുസ് സിർ, ഉള്ളിൽ എവിടെയോ ഒരു പേടി. ഏതാ പേടി? ചൊവ്വാഴ്ച കല്യാണം കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദുരന്തമൊക്കെ വന്നത് എന്നിങ്ങനെ മനസ്സിലൊരു പേടി. അതെല്ലാവർക്കും അന്ധവിശ്വാസത്തിന്റെ കുറേ പേടികൾ കൊണ്ടെടുക്കുന്ന ആൾക്കാരുണ്ട് പല കാര്യത്തിൽ. അതേപോലെ തന്നെ ആ മരിച്ചുപോയ ഷെയ്ഖിന്റെ കുരുത്തക്കേട് കൊണ്ട്, ഔലിയപ്പാപ്പന്റെ കുരുത്തക്കേട് കൊണ്ട് ആയിരിക്കും എനിക്കിതൊക്കെ വന്നിട്ടുണ്ടാകുക എന്ന് വിചാരിച്ചാൽ അത് മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു രഹസ്യ ഭയമാണ്. ആ ഭയവും ശിർക്കിലേക്കാണ് എത്തുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ഭയം നമ്മൾ അള്ളാനെ പേടിക്കാണ്. അള്ളാനെ പേടി ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനുള്ള തെളിവ് പണ്ഡിതന്മാർ പറഞ്ഞ് അവൻ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കും. എനിക്ക് പഠിച്ചവനെ പേടിയുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ പോരാ. ആ പേടി അന്വർത്ഥമാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ നാമവും ഗുണവും വിശേഷണവും വിലയും നിലയൊക്കെ മനസ്സിലായ ഒരാൾ പിന്നെന്തിലറിയാം? പടച്ചോന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റി വെക്കുമെന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് വലിയ പ്രോത്സാഹനം ഹദീസിലും ആയത്തിലൊക്കെ കാണാൻ പറ്റും. ഒന്ന്, വിശ്വാസത്തിന്റെ ഭാഗമാണ് ഭയം. ഇയ്യായ ഫർഹബൂൻ, പടച്ചോനെ മാത്രം പേടിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മലക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബാ. അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, അവരെ അവർ ഭയപ്പെടുന്നു, അവർ മറ്റൊരാളെയും ഭയപ്പെടുന്നില്ല. അപ്പൊ അല്ലാത്ത ഒരാളെയും ഭയപ്പെടാതിരിക്കുക എന്നുള്ളത്, അഭൗതികമായ ഭയം മറ്റൊരാളെ കുറിച്ച് ഇല്ലാതിരിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമായി പറഞ്ഞൊരു നല്ല കാര്യമാണ്. ഈ ഭയമാകട്ടെ, അള്ളാഹിനെ കുറിച്ചുള്ള ഈ പേടി എപ്പോഴും വേണമെന്നാണ് മനസ്സിലെപ്പോഴും. അല്ലദീന യുഅ്തൂന മാ ആതവ ഖുലൂബുഹും വജില, അള്ള കൊടുത്തിന്ന് എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കും അവർക്ക് പേടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാ അവർ പേടിക്കണത്? അള്ള തന്ന കാര്യങ്ങളിൽ നിന്ന് നിസ്കാരവും നോമ്പും അതേമാതിരി സദക്കകളൊക്കെ ചെയ്യുമ്പോൾ എന്തിനാ പേടിക്കണത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ പറഞ്ഞു, ആയിഷ, ആ പേടി എന്താ വെച്ചാൽ അല്ലാ തുഖ്ബല മിൻഹു, അത് സ്വീകരിക്കൂ പടച്ചോൻ എന്ന ബേജാറാണ്. അപ്പൊ എല്ലാ സമയത്തും പടച്ചോൻ എന്റെ നന്മകൾക്ക് പ്രതിഫലം തരൂ, എന്റെ തിന്മകൾ പുറത്തു തരൂ എന്നൊരു പേടി നിതാന്തമായി ഒരു വിശ്വാസിയിൽ ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഭയങ്ങളിൽ പ്രശംസനീയമായതും വിരോധിക്കപ്പെട്ട ഭയത്തെക്കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതായത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഖൗഫുൻ മഹ്മൂദ് എന്താന്ന് ചോദിച്ചാൽ, ഖൗഫുൽ മഹ്മൂദ് ഹുവ മാ ഹജസക അൻ മഹാരിമില്ല,
ഒരു തെറ്റ് ചെയ്യാൻ നിന്നെ തടയുന്ന പേടി, അത് അള്ളാഹു അനുവദിച്ച പ്രോത്സാഹിപ്പിച്ച പേടിയാണ്. എന്നാൽ അമ്മാ ഇദാ സാദൽ ഖൗഫു, എന്നാൽ നിനക്ക് ഭയം ഇങ്ങനെ കൂടി വന്നു, അവസാനം എന്തായി? അത് യുഅദ്ദി ബിഹൈസു യുഅദ്ദി ഇലൽ ഖനൂത്ത് വൽ യഅസ്. അവസാനം നീ നിരാശപ്പെട്ടു, എന്തായാലും ഞാൻ സ്വർഗത്തിലെത്തൂല, ഞാൻ എത്ര നന്നായിട്ടും കാര്യമില്ല, ഞാൻ അതിന് മാത്രം തെറ്റുകൾ ചെയ്തിട്ട് ഞാൻ നിരാശപ്പെട്ടിട്ട് എന്ത് കാര്യങ്ങൾ ബേജാറായിട്ട് എന്ത് ചെയ്യുക, ആകെ മാനസിക നില തെറ്റുന്ന നിരാശ. ഖൗഫുൻ മദ്മൂം, അങ്ങനെ പേടിക്കാൻ പറ്റുക, എല്ലാം പടച്ചോൻ കൊടുക്കും. അതിന്റെ അർത്ഥം എല്ലാ തെറ്റും ചെയ്യണമെന്നല്ല സുഹൃത്തുക്കൾ. എനിക്കിനി ഒരു മോക്ഷമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം, ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. വല്ലദിന ലാ യദ്ഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, ശിർക്ക് ചെയ്യുക. പിന്നെ വയഖ്തുൽ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അതേപോലെ തന്നെ പിന്നെ നിഷിദ്ധമാക്കിയ കൊലപാതകം ചെയ്യുക, വലാ യസ്നുൻ, വ്യഭിചരിക്കുക. ഈ 3 തെറ്റും പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു ഇല്ലാമൻ താബ. ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക്, ഏറ്റവും വലിയ തെറ്റാണ് വ്യഭിചാരം. ഇത് 3 പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞത് ഇല്ലാമൻ താബ. അപ്പോൾ ഒരാൾ വിചാരിക്കണം എൻ്റെ തെറ്റ് ഒരിക്കലും പൊറുക്കാത്തൊരു തെറ്റാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാൾക്ക് പിന്നെ എങ്ങനെയാണ് പരലോകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുക? അയാൾക്ക് എങ്ങനെയാണ് പിന്നെ നന്മകൾ ചെയ്യാൻ കഴിയും? അതുകൊണ്ട് അമിതമായ നിരാശ കൊണ്ട് മനസ്സ് തകർന്നു പോകും. അങ്ങനത്തെ ഒരു പേടി അല്ലാഹു പറയണില്ല. പിന്നെന്താ പേടി? തെറ്റുകൾ ചെയ്യാതിരിക്കുവാനുള്ള പേടി. ധാരാളം ഗുണങ്ങൾ ഈ പടച്ചോനപ്പേടി നമുക്ക് ഉണ്ടായാലുണ്ട്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നരകത്തെ പേടിച്ച് പടച്ചോനെ പേടിച്ചിട്ട് മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഡെപ്പോസിറ്റ് ആരും അറിയാതെ എന്തെങ്കിലും ചെയ്യുക. ഇത് പടച്ചോനെ പേടിയിലെ കൊടുക്കണം, ആരും കാണാതെ ആരും സമ്മതപത്രമില്ലാതെ വളരെ രഹസ്യമായ ദാനം, അത് ഭക്ഷണമായിട്ടും ആവശ്യക്കാർക്ക് കൊടുക്കുക. അതാ പേടി നിന്നുണ്ടാകുന്നതാണ്. നമുക്ക് പേടിയുണ്ടോയെന്ന് അറിയാനുള്ള, പടച്ചോനെ കുറിച്ചുള്ള ഭക്തിയും ഭയവും നമ്മുടെ മനസ്സിലുണ്ടോയെന്ന് അറിയാനാണ്. മറ്റൊന്ന് ദേഹേച്ഛകളെ തടുക്കും, ആരും കാണാനില്ല, നമ്മളൊന്ന് നോക്കിപ്പോയതോ ചെയ്തു പോയതോ ആരും അറിയില്ല, പക്ഷേ ചെയ്യുന്നില്ല, നഷ്ടമുണ്ട്, ആ സുഖം ഞാൻ ഉപേക്ഷിക്കുന്നു. ആരെയും പേടിച്ചിട്ടല്ല, പടച്ചോനെ പേടിച്ചിട്ട്. അത് അതിനുണ്ടാവണം, കഴിയുന്നുണ്ടോയെന്നുള്ളതാണ്. 3-ാമത്തെ കാര്യം എന്ത് ചെയ്യുന്നത്? ഒറ്റക്ക് ആരും കാണാത്ത പാതിരാവിലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടെന്നിങ്ങനെ വെള്ളം വീഴും. പടച്ചോൻ റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാദത്തൈന, അത് ഉള്ളിൽ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയിൽ നിന്ന് വരുന്ന കാര്യമാണ്. പിന്നെ ഇത്തരമൊരു ഭയം മനസ്സിലുള്ള ആളുകൾക്ക് അള്ളാഹു പാപം പുറത്തു കൊടുക്കും. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഏറ്റവും വലിയ പ്രതിഫലം കിട്ടും. പടച്ചോനെ പേടി ഉണ്ടായാൽ തെറ്റുകൾ അള്ളാഹ് ഇങ്ങനെ പുറത്തു തരും. ഒരു വളരെ മനോഹരമായ ഒരു ആശയം ഹദീസിൽ കാണാൻ പറ്റില്ല. അജ്മഉ അലാ അബ്ദിൻ ബൈന ഖൗഫൈൻ. ഒരു അടിമക്ക് 2 പേടി ഞാൻ ഉണ്ടാക്കില്ല. 2 പേടി ഒരു അടിമക്ക് ഉണ്ടാവില്ല. എന്താ 2 പേടി? ഒന്നെന്ത് ചെയ്യുക, പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുമോ? അജ്മഉ. ഒന്ന്, ദുനിയാവിൽ പടച്ചോനെ പേടിക്കാതെ ജീവിച്ചാൽ ഓൻ പരലോകത്ത് പേടിക്കേണ്ടി വരും. എന്നാൽ ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരുത്തനെ ഇവിടെയും പരലോകത്തും നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സ്വർഗം കിട്ടും ഇത്തരം മനസ്സിനുള്ളിൽ ആത്മാർത്ഥമായി പടച്ചോനെ പേടിക്കുന്നവരെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഭയമില്ലാതെ ജീവിക്കുക. എന്താ പരിഹാരം? 1-ാമത്തെ പരിഹാരം എന്താണെന്ന് വിചാരിച്ചാൽ ഭൗതികമായ ഭയങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അതിപ്പോൾ നമ്മൾ പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും വരാനുള്ളതൊക്കെ വരും. മക്കൾക്ക് എന്തൊക്കെ വരാണ്ട് അത് നമ്മളിങ്ങനെ പേടിച്ചുറങ്ങാതിരുന്ന കാര്യമില്ല. മക്കൾക്ക് വരാണ്ട് മക്കൾക്ക് വരും, സാമ്പത്തിക രംഗത്ത് വരാൾ വരും. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാം, അതല്ലേ? അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. ആൾക്കാരെല്ലാവരും പാടെ ഒരുമിച്ച് കൂടിയാണ് നിങ്ങൾക്കെതിരെ, അവരെല്ലാവരും സംഘടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക് പേടിക്കേണ്ട ഒരു സന്ദർഭമല്ല. അപ്പൊ അവനെന്താ പറയാറിയോ? വഖാലു ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. അള്ളാഹുവിൽ ഏൽപ്പിച്ചു, അള്ളാഹ്ക്ക് ഒരു തീരുമാനം ഉണ്ടാവും, അത് നടപ്പിലാവും. എത്ര ആൾ കൂടിയാലും എന്ത് ചെയ്യാൻ വന്നാലും പിന്നെന്താ പേടി? പിന്നൊരു പേടിയില്ല. പിന്നൊരു പരിഹാരം എന്താ? ചൊല്ലും പറയൊക്കെ ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഒരിടത്ത് ഇറങ്ങിയാൽ പിന്നെ ആ ഭൂമിയിൽ നിന്ന് അവൻ അപകടമൊന്നും വരില്ല. പിന്നെന്താണ്? ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ്. രാവിലെ നമ്മൾ ചെയ്യേണ്ട ദിക്റുകൾ ചെല്ലിയാൽ പിന്നെ അന്ന് സുരക്ഷിതമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പേടിയുണ്ടെങ്കിൽ ഒക്കെ പടച്ചോൻ ഒന്ന് കണ്ടിട്ടുണ്ടാവും വിചാരിച്ച് പടച്ചോനെ ഏൽപ്പിക്കാം. പിന്നെ അതേപോലെ തന്നെ ചെല്ലേണ്ട പ്രാർത്ഥനകളും കാര്യങ്ങളും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ. വലിയ പരീക്ഷണം തരരുതേ പടച്ചോനെ ഇടക്കിടക്ക് പറയാം. അപ്പോൾ ആ പരീക്ഷണങ്ങളൊന്നും എനിക്ക് വരൂല, ഞാൻ പടച്ചോനോട് പറഞ്ഞതല്ലേ. അതാണ് പേടി പോകാനുള്ള ഒരു കാരണം. 2-ാമത്തൊരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് തെറ്റുകളിൽ നിന്നുള്ള മോചനം. നമ്മുടെ തെറ്റ് ചെയ്യാതിരിക്കാതെ ചെയ്തു പോയതൊക്കെ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. അതിനുള്ള പരിഹാര മാർഗം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഒന്ന്, പടച്ചോനെ പേടി ഉണ്ടായാൽ യുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ. പടച്ചോൻ അവനെക്കുറിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്, ആ പേടി നമ്മുടെ മനസ്സിലേക്ക് കയറുക. പിന്നെ അള്ളാഹിനോട് ചോദിക്കുക. നമ്മൾ ഖുതുബ തുടങ്ങുമ്പോൾ പറയില്ലേ, മയ്യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ. എന്തപ്പോൾ ഞാൻ നന്നാകാൻ വെച്ച് കഴിയാത്തത്? അള്ളാഹിന്റെ തൗഫീഖ് വേണം. ഇനി പടച്ചോനോട് ചോദിക്കുക, പടച്ചോനെ ഈ തെറ്റുകളിൽ നിന്ന് മാറാൻ ഞാൻ എത്ര ആഗ്രഹിക്കുന്നു, എത്ര പരിശ്രമിക്കുന്നു, നീ എന്നെ പിടിച്ചു നിർത്തണ തെറ്റുകൾ. പിന്നെ മുജാഹദത്തുൻ നഫ്സ്,
ക്ലേശകരമായ പരിശ്രമം. ഞാൻ നിർത്തിയേ അടങ്ങും. തെറ്റാണോ ഞാൻ അത് അവസാനിപ്പിച്ചിരിക്കും. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബ്ബാന. ത്യാഗപൂർണമായ പരിശ്രമങ്ങളിലൂടെ തെറ്റുകൾ അവസാനിപ്പിക്കും. വലിക്സാർ മിനൻ നവാഫിൽ വത്വാഅത്ത്. സുന്നത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്ത് ഒരു പ്രതിരോധം അള്ളാഹുവിൽ നിന്ന് നമ്മൾ സ്വയം വാങ്ങുക. അങ്ങനെ സുഹൃത്തുക്കളെ, തെറ്റുകളിൽ നിന്ന് മുക്തമായി ജീവിച്ചാൽ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റും. ഭൗതികമായ ഭയങ്ങളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിക്കണം. മനസ്സിനെ ഫ്രീ ആക്കുക. ചൊല്ലാളതൊക്കെ പറയാം. എന്തൊരു സുഖം ഉണ്ടാവുന്നുണ്ട് ജീവിതത്തിൽ. ആ ഒരു നിർഭയത്വത്തിന്റെ സമാധാനം ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുന്നു.